കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ RPF ഉദ്യോഗസ്ഥന് നേരെ ക്രൂരാക്രമണം. മുൻ സൈനികനും റെയിൽവേ താൽക്കാലിക ജീവനക്കാരനുമായ മമ്പറം സ്വദേശി ധനേശാണ് RPF ഉദ്യോഗസ്ഥനെ ശശിധരനെ ആക്രമിച്ചത്. പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങിയത് ചോദ്യം ചെയ്തതിനാണ് അതിക്രമം. ധനേഷിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലത്ത് ട്രെയിൻ യാത്രക്കിടെ ഭിന്നശേഷിക്കാരനായ യുവാവിന് മർദ്ദനം. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു സംഭവം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ 1-ാം പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങുകയായിരുന്നു ധനേഷ്. ഇയാളുടെ ഫോൺ നിലത്ത് വീണത് കണ്ടാണ് ശശിധരൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അടുത്തെത്തിയത്. തുടർന്ന് ധനേഷിനോട് ടിക്കറ്റ് ആവശ്യപ്പെട്ടു. ഇത് ഇഷ്ടപ്പെടാതിരുന്ന ധനേഷ് RPF ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുകയും കയ്യിൽ കടിക്കുകയുമായിരുന്നു. ഇതോടെ റെയിൽവേ പോലീസ് പ്രതിയെ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തു. കയ്യേറ്റം ചെയ്യുക മാത്രമല്ല, യൂണിഫോം വലിച്ചു കീറി അയാളെ ബോഡി ക്യാമറ നശിപ്പിച്ചു. പോരാത്തത് കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേസിപ്പോൾ അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ്. അവനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നു. പ്രതിനെ കയ്യോടെ പിടിച്ചു. RPF ഉദ്യോഗസ്ഥന്റെ യൂണിഫോമിൽ ഘടിപ്പിച്ചിരുന്ന 15,000 രൂപ വില വരുന്ന ക്യാമറയും ആക്രമണത്തിൽ നശിച്ചു. കാസർഗോഡ് ഉപ്പളയിൽ ഗേറ്റ് കീപ്പറായി ജോലി ചെയ്യുന്ന ആളാണ് ധനേഷ് എന്ന് പോലീസ് വ്യക്തമാക്കി. കൊല്ലത്ത് ട്രെയിൻ യാത്രക്കിടെ ഭിന്നശേഷിക്കാരനെ യുവാവ് മർദ്ദിച്ചു. ആലപ്പുഴ താമരക്കുളം വല്യത്ത് വീട്ടിൽ നാസറിനാണ് മർദ്ദനമേറ്റത്. അക്രമിയെ സഹയാത്രികർ തടഞ്ഞുവെച്ചെങ്കിലും ഇയാൾ പുറത്തേക്കോടി രക്ഷപ്പെട്ടു. അക്രമിക്കായി റെയിൽവേ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.